ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീലിംഗ്സ് റീഡിംഗ് ആണ്. അതായത് കറന്റ് ഫീലിംഗ് ഓഫ് ദ പേഴ്സൺ, നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ആ ഒരു പേഴ്സന്റെ കറന്റ് ആക്ഷൻ എന്താണ്, അത് ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള എനർജി എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പൈൽ നമ്പർ 1 ഈ ഒരു പിക്ചറാണ്. ഈ പിക്ചറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1. ആൻഡ് നമ്പർ 2 ഈ ഒരു പിക്ചറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ടിൽ ഡെത്ത് ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. ആൻഡ് നിങ്ങൾ നെക്സ്റ്റ് ഇതാണ് ചൂസ് ചെയ്യുന്നത്, അതായത് ഫെദർ ആണ് ചൂസ് ചെയ്യുന്നത്, ബ്ലൂ ഫെദർ ആണ് എങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിൽ ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്, അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പൈൽ നമ്പർ 1. സോ പൈൽ നമ്പർ 1 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 1 നിങ്ങൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. മനസ്സിൽ ചിന്തിക്കുന്ന ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള കറന്റ് ഫീലിങ്സ്, ഇമോഷൻസ്, ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉള്ള എനർജി എന്താണ് പൈൽ നമ്പർ 1 എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ പൈൽ നമ്പർ 1. First, 8 of Acorns, Queen of Shells, Queen of Crystal, Knight of Acorns, Awakening, the World card, and main theme വന്നിട്ട് 9 of Acorns ആണ്. So, first card 8 of Acorns എനർജിയാണ്. സോ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്ന ഒരു ഇന്റൻസ് അവേക്കനിങ് ആണ് സൂചിപ്പിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോഴാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മളുടെ ലൈഫിൽ ഒരു ട്രാൻസിറ്റ് ഉണ്ടാകുന്ന സമയം ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, അതായത് പല ചിന്തകൾ, പല ചൊവ്വയുടേതായിട്ടുള്ള വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ രാഹു കേതുവിന്റെ വ്യത്യാസങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഫേസിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടെത്തിക്കും. നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിന് ഒരു മുടക്കം, അതായത് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരു ഈൽ എനർജിയാണ്, വഴുതി പോയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എങ്കിൽ, അതായത് നിങ്ങൾക്ക് പിടിതരാതെ വഴുതിപ്പോയി എന്നൊരു ഫീലിംഗ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജിയിലുള്ള മാറ്റം, ഈ വ്യക്തിയുടെ അസ്ട്രോളജി ബേസിസിൽ നമ്മൾ പറയുകയാണെങ്കിൽ മാർസ്, അതേപോലെ തന്നെ രാഹു കേതുവിന്റെ നോർത്ത് നോഡ് ആൻഡ് സൗത്ത് നോഡിന്റെ മാറ്റങ്ങൾ ഈ വ്യക്തിയിൽ കാണിക്കുന്നു. ഈ വ്യക്തിയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് ഫേസിലൂടെ പോകുമ്പോൾ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതൊരു സുപ്രഭാതത്തിൽ ഈ വ്യക്തി നോ കോണ്ടാക്റ്റിലേക്കാണ് പോയിട്ടുള്ളതെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് നിങ്ങളോടുള്ള മാറ്റമല്ല, ബട്ട് സ്പിരിച്വൽ അവേക്കനിങ് ഫേസിൽ പോകുന്ന ഒരു സമയമാണ്. ആ വ്യക്തിക്ക് ഒരു ഷാഡോ ഫേസ് അല്ലെങ്കിൽ ഷാഡോ സെൽഫിനെ ആ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന്റെ ഡാർക്കർ ഇമോഷൻസിനെ കൂടുതൽ മനസ്സിലാക്കാൻ ആ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവരുടെ മനസ്സിലുള്ള ഇമോഷനെ സപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അതായത് മെയിനായിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ അക്സെപ്റ്റ് ചെയ്യാണ്. സ്പിരിച്വൽ അവേക്കനിങ് ഫേസിലൂടെ പോകുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അത് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെങ്കിലും, നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണെങ്കിലും, ഈവൻ കുടുംബത്തിലുള്ളവർ, ഫാമിലിയിൽ അച്ഛനമ്മ, സഹോദരങ്ങൾ, അങ്ങനെയുള്ളവരിൽ നിന്ന് വിട്ടകന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവരിലേക്ക് കൂടുതൽ ഒതുങ്ങിക്കൂടുന്നു. ആ ഒരു പ്രപഞ്ച ശക്തിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് ഷെൽസ് എനർജിയാണ്. ഈ ഒരു എനർജി, ക്യൂൻ ഓഫ് ഷെൽസ് എനർജി എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ഈ വ്യക്തിയിൽ ഉണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരെ കുറിച്ചിട്ട്, മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ കണക്ഷൻസ്, മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ വ്യക്തിയിലുണ്ട്. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വയം സാക്രിഫൈസ് ചെയ്യുന്ന എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാവരിലും ഒരേപോലെ ആയിരിക്കില്ല. ചില ആളുകളിൽ സെൽഫ് സാക്രിഫൈസ് ആണ്. അപ്പൊ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ
എല്ലാവരെയും ഒരുപോലെ കൺവിൻസ് ചെയ്തല്ല, എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഫാമിലിയിലുള്ളവരോ മറ്റാരെങ്കിലും ഒക്കെ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ആ വ്യക്തി നിങ്ങൾ ഒരു സ്വയം ത്യജിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വളരെ ഒരു പുണ്യമായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു പോസിറ്റീവായിട്ടാണ് ഈ വ്യക്തി നോക്കി കാണുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളോടുള്ളൊരു കണക്ഷൻ ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം ത്യജിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ച് ഇത് പറയുകയാണെങ്കിൽ ഈ ഒരു സെൽഫ് സാക്രിഫൈസ് സ്വയം ത്യജിക്കുന്നത് കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ സാക്രിഫൈസ് ചെയ്യുന്നതാവാം. ഈ ഒരു വ്യക്തി ചിലപ്പോൾ നമ്മൾ പറയില്ല പാരന്റ്സിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചില റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നു എന്നുള്ളത് പാരന്റ്സിനെ സംബന്ധിച്ച്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് സ്വന്തം ലൈഫിൽ സാക്രിഫൈസ് നടത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു എനർജി ആവാം ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഒരു പേഴ്സണലി ഒരു ഫ്രസ്ട്രേഷൻ അങ്ങനെ ഒരു ലൈഫിനോട് ജനറൽ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ ക്ഷമയും ദയയും സഹതാപവുമാണ് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഫീലിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ വ്യക്തി വളരെയധികം അതായത് സ്ഥിരതയോടുകൂടി നിൽക്കുന്നതാണ്. എത്രയൊക്കെ ഇപ്പോൾ നിങ്ങളോടൊരു പ്രപ്പോസൽ ഈ ഒരു വ്യക്തി നടത്തിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടി ഒരിക്കലും ഈ വ്യക്തി ഒറ്റ ഇതിൽ നിർത്തിപ്പോകുന്നൊരു ഗിവ് അപ്പ് ചെയ്യാൻ അത്ര എളുപ്പമല്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയെ മാറ്റിക്കളയാനായിട്ട് വിട്ടുകളയാൻ അത്രയും എളുപ്പമല്ല. സ്വന്തം കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട്, അതായത് ഒരാളോട് പ്രണയം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അപ്പം തന്നെ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ചിന്തയൊന്നും ഈ വ്യക്തിക്കില്ല. അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ പോസിറ്റീവ് സൈഡ്സ് പറഞ്ഞ് അവർ അക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി ചിന്തിക്കാൻ തന്നെ തുടങ്ങുന്നത്. ആ ഒരു എനർജിയാണ് ഈ വ്യക്തിയിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ എന്തുകൊണ്ടാണ് ഒരു കംഫർട്ട് സോണിൽ നിൽക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കാത്തത് എന്ന് പറയുമ്പോൾ, പലപ്പോഴും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് പോകും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റുള്ളവരുടെ കൂടെ സമയം ചെലവഴിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വയം ത്യജിക്കുന്ന എനർജിയാണ്. അപ്പൊ അവരുടെ കംഫർട്ട് സോൺ എന്താണോ അതിൽ നിന്ന് പുറത്ത് കടന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളിപ്പോൾ ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സെൽഫ് സാബോറ്റേജ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. സെൽഫ് സാബോറ്റേജ് എന്ന് പറയുമ്പോൾ സ്വയം നശിച്ചുകൊണ്ടിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുന്ന ഒരു എനർജി. ഇപ്പൊ നമ്മൾ പറയും, ജീസസ് ക്രൈസ്റ്റിനെ പറഞ്ഞു, മറ്റുള്ളവരെ നമ്മൾ പറയല്ലോ, മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു സ്വയം കുരിശിലേറിയത്. നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ട് യേശുക്രിസ്തു കുരിശിലേറിയെന്ന് പറയും. അപ്പം മറ്റുള്ളവരുടെ ചെയ്തികൾക്കും മറ്റുള്ളവരുടെ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും സ്വയം ത്യജിച്ചുകൊണ്ടിട്ട് സ്വയം നശിക്കാനും വരെ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടുള്ള എനർജി, നിങ്ങളോടുള്ള ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് ഒരു പോസിറ്റിവിറ്റി ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളും ഈ ഒരു എനർജി തന്നെ, അതായത് നിങ്ങളോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ എനർജിയിൽ മനസ്സിലാക്കുന്നത് ആ ഒരു ത്യാഗ മനോഭാവവും അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. നിങ്ങൾ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ ക്ഷമയും ദയയും ദാക്ഷിണ്യവും ഒക്കെ കണ്ടിട്ട് നിങ്ങളോട് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് വ്യക്തിക്ക്, നിങ്ങളെ വളരെ വാല്യൂ ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് ഏക്കോൺസ് എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എനർജി നൈറ്റ് ഓഫ് ഏക്കോൺസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളില് നിങ്ങൾക്ക് വളരെയധികം ദീർഘവീക്ഷണവും കാര്യങ്ങൾ കാലകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഏതൊരു കാര്യത്തിലും മുന്നോട്ടേക്ക് പോകണമെങ്കിലും നിങ്ങളോടൊരു അഭിപ്രായം ഈ വ്യക്തി ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക എന്നുള്ള ചിന്ത ഈ വ്യക്തിയിലുണ്ട്. എപ്പോഴും നിങ്ങൾ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ദേഷ്യം തന്നെ തോന്നുന്നുണ്ട്, എല്ലാം ഇങ്ങനെ ചോദിച്ച് ചെയ്യുന്ന എന്തിനാണ് എന്നുള്ളത്. പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അത്രയും വാല്യൂ തരുന്നു, നിങ്ങളുടെ ഡിസിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം നിങ്ങളുടെ കൺട്രോളിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു എനർജി. അപ്പോ
ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കണക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഒത്തിരി ആളുകളായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളൊരു പാരലൽ വേൾഡിൽ, മറ്റൊരു ലോകത്തിൽ, നിങ്ങളുടേതായിട്ടുള്ള ലോകത്തിൽ നിൽക്കുന്നതായിട്ടാണ് ഈ വ്യക്തിക്ക്. നിങ്ങളോട് ഉള്ള ആ വ്യക്തിയുടെ ചിന്താഗതിയും നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഒരു പെരുമാറ്റവും ഒക്കെ സ്വയം ജീവിതത്തിൽ ഇതുവരെ ആ ഒരു കണക്ഷൻ അനുഭവപ്പെടാത്ത ഒരു ഫീലിംഗ് ആണ് ഈ വ്യക്തിക്ക്. കാരണം മറ്റുള്ളവരെ ഒത്തിരി മുതലെടുത്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നത്, യു ആർ നോട്ട് ഗുഡ് ഇനഫ്, അല്ലെങ്കിൽ നീ ഒട്ടും നല്ലതല്ല, അല്ലെങ്കിൽ നിനക്കത് പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടാണ് എപ്പോഴും നിന്നിട്ടുണ്ടാവുക എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവേക്കനിങ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സ്പിരിച്വൽ അവേക്കനിങ് ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ് എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയിലുണ്ട്. ഈവൻ ദോ നിങ്ങൾ ചിലപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒത്തുപോകുന്നുണ്ടാവില്ല. ഈ വ്യക്തി ചിലപ്പോൾ മതപരമായിട്ട് ചിന്തിക്കുന്ന ആളായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റുന്നു എന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലോസ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് വളരെയധികം. അപ്പോ അവരെ മനസ്സിലാക്കുന്ന വലിയൊരു ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് അവർക്ക് ഉള്ള ഒരു ബന്ധമാണ്, നിങ്ങളായിട്ടുള്ള ഒരു കണക്ഷനാണ്, നിങ്ങളുടെ ജെനുവിനിറ്റിയാണ്. അവരെ വളരെ ലക്കി ആയിട്ടാണ്. കാരണം വ്യക്തി ഡെസ്റ്റിനിയിൽ ബിലീവ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളായിട്ട് ഇപ്പോൾ നല്ലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ഒരുമിച്ച് ചേരാനുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുമിച്ച് ചേരേണ്ടവർ ചേരും എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ, ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നുള്ളതാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അതേപോലെ ഇംപെർഫെക്ഷൻസ് രണ്ടുപേരിലും ഉണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ചില ക്ഷമയില്ലായ്മ, അങ്ങനെ എല്ലാത്തിനും പെട്ടെന്ന് കുറച്ച് ക്ഷമ കുറവാണ്. ചില കാര്യങ്ങൾ വികാരധീനരാവുന്നുണ്ട്. വികാരങ്ങളുമായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് വികാരധീനരാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിലല്ല. കാരണം നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആണ് എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളോട് നിൽക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അവരുടെ സ്വഭാവം വളരെ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങളോട് പല കാര്യങ്ങളും നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് മറച്ചു വെക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ വേൾഡ് കാർഡ് എന്ന ഈ ഒരു കാര്യത്തിൽ ഇവിടെ പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി ഏത് സിറ്റുവേഷനെ കുറിച്ചാലും നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ കൂടിയാവാം. അവരെന്താണ് ലൈഫിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് അവരുടെ പ്രശ്നം, എന്തൊക്കെയാണ് അവരുടെ സംഘർഷങ്ങൾ, അവരുടെ ട്രോമ, ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിട്ടുള്ളവരായിരിക്കാം. അവർ വളരെ ടോക്സിക് ആയിട്ടുള്ള ലിവിങ് സിറ്റുവേഷനിൽ കൂടെ നടക്കുന്നവരായിരിക്കാം. ജീവിതത്തിൽ ബന്ധങ്ങളിൽ നിന്ന് ഒത്തിരി ടോക്സിസിറ്റി അനുഭവിച്ചവരായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് തുറന്നു പറയാനും സംസാരിക്കാനും ഒക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വളരെ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുമാണ്. കാരണം ഈ പറയുന്ന വ്യക്തിക്ക് ഒത്തിരി ഡ്രോബാക്ക്, ഒത്തിരി ഫ്ലോസ് ഉണ്ട്. എല്ലാവർക്കും ഒത്തിരി ഫ്ലോസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം ഉയരത്തിലാണ് ഈ വ്യക്തി വച്ചിരിക്കുന്നത്. നിങ്ങളുടെ പൊസിഷൻ, അതായത് നിങ്ങളെ ഒത്തിരി നല്ല രീതിയിലാണ് ഈ വ്യക്തി വെച്ചിരിക്കുന്നത്. വളരെയധികം വാല്യൂ ചെയ്യുന്നുണ്ട്. റിയലി വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് ആണെങ്കിലും ഈ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും പല സിറ്റുവേഷനിൽ ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നോ കോണ്ടാക്ട് ആയിരിക്കാം, മറ്റു ചിലരിൽ ആ ഒരു ഫേസിലായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻ തന്നെയാണ് ഈ വ്യക്തിയിലുള്ളത്. 9 ഓഫ് ഏക്കൗണ്ട്സ് എനർജിയാണ്. അപ്പോ വളരെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ലൈഫിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഈ വ്യക്തി നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങളെ അത്രയും വാല്യൂ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിന് വളരെയധികം മാന്യത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്നത്. അപ്പോ ആ ഒരു തരത്തിലുള്ള ഈ വ്യക്തിയുടെ മൈൻഡിൽ എപ്പോഴും ഭയമാണ്. ഇതിനൊരു പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു
ഹാപ്പി എൻഡിങ് ഉണ്ടാവില്ല എന്നുള്ളൊരു ഭയമാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് ഈ വ്യക്തിയിൽ. ലൈഫിൽ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടുമാകാം ഈ ഒരു ചിന്ത വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു കറന്റ് ഫീലിംഗ്സിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് നെക്സ്റ്റ് പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പൈൽ നമ്പർ 2 നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ ഉള്ള കറന്റ് ഫീലിങ്സ് എന്താണ്? ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിങ്ങൾക്കുള്ളൊരു റീഡിംഗ് ആണ് ഇത്. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ എനർജി, നിങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഉള്ള എനർജി എന്താണ്, കറന്റ് ഫീലിങ്സ് എന്താണ് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2. Queen of Acorns, 5 of Crystals, Transformation, the Moon, 10 of Crystals, 7 of Acorns, Ace of Crystals. Okay. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി അല്ലെങ്കിൽ പൈൽ നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഫസ്റ്റ് വന്നിട്ട് ക്യൂൻ ഓഫ് ഏക്കോൺസ് എനർജിയാണ്. ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഒരു എനർജിയിൽ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ഈ വ്യക്തിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് ടേം കണക്ഷൻ ലോസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ കൺഫ്യൂഷനാണ് ഈ വ്യക്തിക്ക്. അത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾ പ്രണയമാണ് എങ്കിൽ അവര് കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജെനുവിൻ ആണോ ഈ ഒരു വ്യക്തി എന്ന് ചോദിച്ചാൽ ജെനുവിൻ ആണ്. പക്ഷെ അവരുടെ ഫീലിങ്സ് വളരെയധികം ഇന്റൻസ് ആയിട്ടുള്ള ഫീലിംഗ്. ആ വ്യക്തി റിയൽ ആണ്. പക്ഷെ ആ വ്യക്തി റിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവാം ആ വ്യക്തിയുടെ ഉള്ളിലുള്ള കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മുന്നോട്ടേക്ക് പോകാൻ ഈ വ്യക്തി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രണയം, പാഷനേറ്റ് ക്രിയേറ്റീവ് ഒരു ലവ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ലവ് ആണെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് എങ്കിലും, ഒരു പ്ലാറ്റോണിക് റിലേഷൻഷിപ്പ് ആണ് എങ്കിലും ഇവിടെ ഒരു കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ നിങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോ ഇവിടെ ഒരു പക്ഷേ ഈ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു ഹീലിംഗ് നടക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഹീലിംഗ് സംഭവിക്കുന്ന സാഹചര്യം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷന് അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് എതിരായിട്ട് നിങ്ങളോട് അസൂയ കൊണ്ടിട്ട് നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇനി മാരീഡ് ആയിട്ടുള്ളവരെ സംബന്ധിച്ചാണെങ്കിലും മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആ വ്യക്തിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമില്ലെങ്കിൽ കൂടി ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്ക് അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഇവര് പറഞ്ഞത് ശരിയാണോ ഇല്ലയോ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളിലൊരു വിശ്വാസമുണ്ട്, എന്നിരുന്നാലും എന്തൊക്കെയോ ഇഷ്യൂസ് കാണിക്കുന്നത്. ഇപ്പൊ എല്ലാത്തിനും സംശയം വരുന്ന ഒരു സിറ്റുവേഷൻ ആകാം. അപ്പോ നിങ്ങൾക്കത് മനസ്സിലാകുന്നു. കാരണം ഈ വ്യക്തി സ്വയം കൺഫ്യൂഷനിലാണ്. ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷെ മുന്നോട്ടേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ടേക്ക് പോകാൻ ഈ വ്യക്തി നിൽക്കാതെ ഒന്ന് പുറകോട്ടേക്ക് പോകുന്നു. ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെച്ചാൽ 2 സ്റ്റെപ്പ് പുറകോട്ടേക്ക് വലിക്കുന്ന അങ്ങനെ ഒരു ഫേസിലാണ് ഈ വ്യക്തി. അതായത് ഒരു ഉറപ്പില്ല. അതായത് ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു സിറ്റുവേഷനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നുണ്ടാവും നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ടാവും പല കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരൊരിക്കലും വിട്ട് പറയുന്നുണ്ടാവില്ല, പൂർണ്ണമായിട്ട് പറയുന്നില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കമ്മിറ്റ്മെന്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഈ ഒരു കണക്ഷൻ ഇല്ലായ്മയാകാം എന്നുള്ളത്
അപ്പോ ഈ ഒരു റിലേഷൻഷിപ്പിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ ആ വ്യക്തിയുടെ ഫീലിങ്സ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. കാരണം ആ വ്യക്തി ജെനുവിൻ ആയതുകൊണ്ട് പ്രവൃത്തിയിലൂടെ പലതും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. കുറച്ച് കണ്ണിങ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. അവർക്ക് അവരുടെ സ്വന്തം ഇമോഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വയം തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി വളരെയധികം നിങ്ങളെ മാറ്റി നിർത്തുന്നതായിട്ടും ഒക്കെ പറയേണ്ടുന്ന കാര്യങ്ങൾ പറയാതെ വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഫീലിംഗ്, അങ്ങനത്തെ ഒരു എനർജി ഒക്കെയാണ് ഈ വ്യക്തിയിൽ തൽക്കാലം ഇപ്പൊ കാണിക്കുന്നത്. അപ്പോൾ 5 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. അവരുടെ എനർജിയിൽ ആ ഒരു ഫീലിംഗ്, അവരുടെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഇപ്പോ വ്യക്തമായിട്ടൊന്നും അവർ തുറന്ന് കാണിക്കുന്നില്ല, ഒരു സിറ്റുവേഷൻ പറഞ്ഞു. അതേപോലെ തന്നെ അവര് ചില കാര്യങ്ങളിൽ നിങ്ങളോട് എന്താ പറയാ ജെനുവിൻ അല്ലാതെ, അല്ലെങ്കിൽ വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബന്ധം, കളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബന്ധം, ഒരു പാസിംഗ് അഫെയർ, അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല, ഇതൊരു അഫെയർ ആണെങ്കിൽ. പക്ഷെ ഈ ഒരു കണക്ഷൻ ഇല്ലായ്മ, അവിടെ ഓവർ തിങ്കിങ് സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു പ്രണയമോ സ്നേഹമോ നല്ലൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതിന് തീർച്ച തന്നെയാണ്. പക്ഷെ ഈ ഒരു ഓവർ തിങ്കിങ് ഉണ്ടല്ലോ, ആ ഒരു ഓവർ തിങ്കിങ് കൊണ്ട് പല കാര്യങ്ങളും ഈ വ്യക്തി പല ചിന്തകളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ സ്വയം ഈ വ്യക്തിക്ക് സ്വന്തം ചിന്തകൾ, സ്വന്തം എനർജി നല്ല രീതിയിൽ ചാനൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഈ വ്യക്തിയിലേക്ക് ഇപ്പൊ കാണിക്കുന്നത്. അപ്പോ അവര് നിങ്ങളുടെ കൂടെ തന്നെ നടക്കുന്നുണ്ടാവും. ഇപ്പോ നിങ്ങൾ പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പലയിടത്തും പോകുന്നുണ്ട്, പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഔട്ടിങ്ങിന് പോകുന്നുണ്ട്, സിനിമയ്ക്ക് പോകുന്നുണ്ട്, ഡിന്നർ, ലഞ്ച്, അങ്ങനെ പല കാര്യങ്ങൾക്ക് പോകുന്നു. ഒരു ജെനുവിൻ ഇന്റൻഷനോട് കൂടി തന്നെയാണ് അവരോട് പോകുന്നത്. പക്ഷേ എന്തൊക്കെയോ കൊണ്ടിട്ട് അവർക്ക് പൂർണ്ണമായിട്ടും നിങ്ങളോട് എല്ലാം തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് ഒന്നും ആയിരിക്കില്ല. ഈ വ്യക്തി ജനറലി ഈ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. എല്ലാത്തിനെയും ഒരു സംശയക്കണ്ണോട് നോക്കുന്നുണ്ടാവും. ആ ഒരു ജനറൽ എനർജി ഈ വ്യക്തിയിൽ ഉണ്ട് എന്നുള്ളത്, ആ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിയിൽ ഉള്ളതാവാം. അതേപോലെ തന്നെ ലൈഫിലൊരു കംബാക്ക് നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോ. ഇതിൽ പറയാനുള്ള മറ്റൊരു, ഈ വ്യക്തി ചിലപ്പോ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോ സിഗരറ്റോ അല്ലെങ്കിൽ മദ്യത്തിനോ ഒക്കെ എന്തിനെങ്കിലും അഡിക്റ്റഡ് ആയിരുന്നിരിക്കാം. അപ്പൊ അതിൽ നിന്ന് ഒരുപക്ഷെ ഒരു ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയിട്ട് അതൊക്കെ മാറ്റി വന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. റിലേഷൻഷിപ്പിൽ വളരെ ജെനുവിൻ ആണ്. കാരണം ഒരാൾക്ക് രണ്ടുപേരും പ്രണയിക്കുക അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പോയാൽ അവർ കമ്മിറ്റഡ് ആയിരിക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് ഉള്ളത്. അപ്പോൾ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അതേസമയം തന്നെ സ്വന്തം വീക്ക്നെസ് ഒന്നും തുറന്ന് കാണിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഈ വ്യക്തി ഇമോഷണലി ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കുക. കാരണം സ്വന്തം ഇമോഷൻസ് ഒന്നും പങ്കാളിയെ കാണിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇതൊരു സുഹൃത്ത് ബന്ധമാണെങ്കിലും, ലൈഫ് പാർട്ട്ണർ ആണെങ്കിലും, അതല്ല ഒരു സൗഹൃദമാണെങ്കിലും, ഇനി മറ്റാരെങ്കിലും, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കുറിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ചിന്തിച്ചത്, നിങ്ങളുടെ റിലേറ്റീവ്സോ ആരായാലും ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ നിങ്ങളൊന്ന് സഹായിച്ചു കൊടുത്താൽ ആ വ്യക്തി കാരണം സ്വന്തം ദുഃഖങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്രസ്ട്രേഷൻസോ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതിനൊരു കാര്യം, ഇത് പാസ്റ്റ് ലൈഫിലുണ്ടായിട്ടുള്ള ഒരു ഇൻസൾട്ടിങ് സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം അനിവാര്യമായിട്ട് വരും. അതേപോലെ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു സിക്കാര എനർജിയാണ്, ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇപ്പൊ നിങ്ങളുടെ. അപ്പോൾ ഇവിടെ ഹേർട്ട് ചക്ര ബാലൻസ് ചെയ്യേണ്ടുന്ന അനിവാര്യതയാണ്. ഹേർട്ട് ചക്ര അഥവാ ഗ്രീൻ ചക്ര ബാലൻസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. ബിക്കോസ് കളറ് ഗ്രീൻ ആണ്. അതേപോലെ ഹേർട്ട് ചക്ര എന്ന് പറയുമ്പോൾ സിക്കാഡ എനർജി, അത് കളർ ഗ്രീൻ ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു വ്യക്തി വളരെയധികം ഇമോഷൻസ് ഓവർവെൽംഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എങ്ങനെ ഹൃദയം തുറന്നിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ വ്യക്തിക്ക് കുറച്ച് സമയം കൊടുക്കുക. ഒത്തിരി ഫോഴ്സ് ചെയ്യാതിരിക്കുക. എല്ലാം നമ്മൾ ചില കാര്യങ്ങൾ, ആളുകളുടെ കാര്യങ്ങൾ അറിയാൻ
കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായിട്ടുള്ള ഹാർട്ട് ബ്രേക്ക് നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും ട്രോമയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയടിക്കൊന്നും ചോദിച്ചത് മനസ്സിലാക്കുന്നതിനേക്കാൾ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങളെ വിശ്വസിക്കാം എന്നുള്ള രീതിയിൽ കൊണ്ടെത്തിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതിങ്ങനെ ചോദിക്കുന്നതിന് പകരം വളരെ അതായത് നമ്മൾ പറയില്ല, ഓരോ സ്റ്റെപ്പ് ഓരോ ദിവസം ഇപ്പൊ യോഗ ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പറയും ഒരു 1 മിനിറ്റ് ആദ്യം 10 മിനിറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് 1 മിനിറ്റ് ചെയ്യുക. അതൊരു 7 ദിവസമെങ്കിലും കുറഞ്ഞത് ചെയ്യുക, അല്ലെങ്കിൽ ഈവൻ മോർ, ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് കൂടുതൽ സമയം വേണ്ടി വരും. അത് കഴിഞ്ഞ് 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ആദ്യം 30 സെക്കൻഡ്സ് ചെയ്യുക, പിന്നെ 60 സെക്കൻഡ്സ്, അങ്ങനെ കൂട്ടി വരുന്ന പോലെ കുറേശ്ശെ പല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സങ്കടങ്ങൾ ആ വ്യക്തിയോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ട്രോമാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ വ്യക്തി തിരിച്ചും സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു കണക്ഷൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് അവർ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവും. അവർ ജനറലി നിങ്ങളെ വിശ്വസിക്കാഞ്ഞിട്ടാവില്ല, പക്ഷെ അവർക്കത് തുറന്നു പറയാൻ പറ്റുന്നുണ്ടാവില്ല. പലരുടെയും ലൈഫിലുള്ളൊരു സിറ്റുവേഷനാണ്. ഈ വ്യക്തി വളരെയധികം നിങ്ങൾ വളരെ വിസ്റ്റം കാത്തു സൂക്ഷിച്ചു. നിങ്ങളൊരു ഔൾ എനർജിയാണ്. ഔൾ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഔളായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങളുടെ ഡിസിഷൻസ് ഒക്കെ വളരെയധികം മാനിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ സ്വയം വളരെയധികം മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരുടെ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നു എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ ബുദ്ധിയുള്ള ഒരു വ്യക്തി, ബുദ്ധിമാനോ ബുദ്ധിമതിയോ ആണ് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടാവും. അത് എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ എപ്പോഴും നിങ്ങളെ പൊക്കി പറയുന്ന രീതിയിലല്ല, അവരുടെ വാക്കുകൾക്കാൾ കൂടുതൽ അവരുടെ ആക്ഷൻസിൽ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആക്ഷനിലൂടെയാണ് അവർ തരുന്നത്. അവർ ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ കണക്ട് ചെയ്യുമ്പോൾ, എല്ലാവരും കണക്ട് ചെയ്യുമ്പോൾ വായ കൊണ്ട് പറയായിരിക്കില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും വായ കൊണ്ട് തുറന്ന് പറയാന്നുള്ളത്. പക്ഷെ അത് തുറന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കൊച്ചു ഫീലിങ്സ് നിങ്ങളിലേക്ക്, നമ്മൾ ടെലിപ്പതി എന്നൊക്കെ പറയുന്നത്, നിങ്ങളിലേക്ക് പാസ് ഓൺ ചെയ്യുന്നതാണ് ഈ വ്യക്തി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു ഇമോഷണൽ ഇന്റിമസി നിങ്ങളുമായിട്ട് ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 10 ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. നിങ്ങളിപ്പോ റിലേഷൻഷിപ്പില് ഇവിടെ വിവാഹമോചനം അല്ലെങ്കിൽ അതിന്റെയൊക്കെ വക്കിലെത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ തിരിച്ചൊരു കണക്ഷൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചും ഒരു തിരിച്ചുപോക്ക്, ഇവിടെ ഒരു റീകൺസിലേഷൻ സിറ്റുവേഷൻ, ആ വ്യക്തി ഇപ്പൊ എന്താ ചിന്തിക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരു റീകൺസിലേഷൻ സിറ്റുവേഷൻ ആവാം ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഒക്കെ ഉള്ളവര്, ഇപ്പൊ മദ്യപാനമോ പുകവലി, അതിൽ നിന്നൊക്കെ മാറി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു സോബറായിട്ടൊരു മാറ്റം കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പൊ അത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത ആ വ്യക്തിക്ക് ഒരു, നമ്മൾ പറയില്ലേ, ഒരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജി ആ വ്യക്തിക്ക് വളരെയധികം ഉത്തേജകമായ ഒരു പവർഫുൾ ടൂളായിട്ട് ആ വ്യക്തി നിങ്ങളെ കാണുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് ഏക്കോൺസ് എനർജിയാണ്. പുറത്ത് നിന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് കമന്റ് പറയുന്ന, അല്ലെങ്കിൽ പുറത്തു നിന്ന ആളുകളോട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ ആ ഇഷ്യൂസ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. അതല്ലാതെ ഇനി നിങ്ങളുടെ സ്വന്തം അച്ഛനമ്മയായാലും അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര അടുത്ത സുഹൃത്താണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആണ് ആ വ്യക്തിക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ രണ്ടുപേരുമുള്ള ആ ഒരു ബന്ധത്തിന് അപ്പുറത്താണ് ബാക്കി എല്ലാവരും നിൽക്കുന്നത്. ആ ഒരു പടിക്ക് പുറത്താണ് മറ്റുള്ളവർ നിൽക്കുന്നത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കുന്നു ഒക്കെ ചെയ്യുമ്പോൾ അത് ഈ വ്യക്തിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ വ്യക്തിയോട് നേരിട്ട് സംസാരിക്കാം. വ്യക്തി വളരെയധികം ലിസണിങ്, അതായത് ഒത്തിരി നിങ്ങൾ പറയുന്ന കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പുറത്തൊരാളോട് സംസാരിക്കുന്നതിന് പകരം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഏസ് ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, മറിച്ച് നിങ്ങൾ പോയിട്ട് മറ്റൊരാളോട് പറയാന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു ഷെയിമാണ്. കാരണം മറ്റുള്ളവർ അറിയുന്നു, 2 അവരോടൊന്നും തുറന്നു പറയുന്നില്ല എന്നുള്ളൊരു കാര്യം, അങ്ങനത്തെ ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന വ്യക്തി, നിങ്ങൾ കറന്റ്ലി റിലേഷൻഷിപ്പിലാണ് നിങ്ങളെങ്കിൽ
ആ ഒരു കൺഫ്യൂഷൻ മാറ്റിയെടുക്കേണ്ടതും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു രീതിയാണ്. നിങ്ങൾക്ക് എന്ത് സംസാരിക്കണമെങ്കിലും തുറന്ന് പറയാവുന്നതാണ്. നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഒരിക്കലും. പക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് പോയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് അവർക്ക് കുറച്ചധികം തന്നെ ഒരു അരോചകമാണ്. അതായത് ഇവരുടെ ഇമോഷൻസ് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നിങ്ങളുടെ ഇമോഷൻസ് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു പരാജയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് ഫയൽ നമ്പർ 3ലേക്ക് കിടക്കാം. ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, സോ ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം. സോ ഫയൽ നമ്പർ 3 നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. ആ വ്യക്തി നിങ്ങൾ തമ്മിൽ ആ വ്യക്തിയുടെ കറന്റ് എനർജി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ കറന്റ് എനർജി ഏത് ദിശയിലേക്കാണ് വഴി ചൂണ്ടുന്നത്? ഫയൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. Eight of Crystals, Sun card, 5 of Crystals, Page of Shells, 6 of Feathers, 9 of Shells, and നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് 10 of Shells എനർജിയാണ്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല ആദ്യം തന്നെ 8 of Crystals എനർജിയാണ്. അപ്പൊ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ നെർവസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഈ വ്യക്തിയിൽ കാണിക്കുന്നത്. വളരെയധികം നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങളോട് ക്രഷ് ഉണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്കെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടൊരു പ്രണയം, ഒരു ക്രഷ് ആവാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള ഒരു കണക്ഷൻ, ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ വ്യക്തി കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഈ വ്യക്തിയോടൊരു ക്രഷ് തോന്നുന്നുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ എടുക്കുക. അതായത് അവർ വളരെയധികം വളരെ പ്ലാൻ ഉണ്ടാക്കി കാര്യങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു തരത്തിലുള്ളൊരു വ്യക്തിയാണ്. ചില കാര്യങ്ങളിൽ അവര് പെട്ടെന്ന് ഡിസിഷൻ എടുക്കും. വളരെ പെട്ടെന്ന് ഡിസിഷൻ, 8 of Crystals എനർജിയാണ്. പെട്ടെന്നുള്ള ഡിസിഷൻ ആയിരിക്കും ഈ വ്യക്തിയെ സംബന്ധിച്ച്. പക്ഷെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ചിന്തിക്കുന്ന നിങ്ങളെ കുറിച്ചിട്ടായിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള നിങ്ങളോട് സംസാരിക്കാൻ ഒരു പ്രപ്പോസലായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവാം, പ്രണയം തുറന്നു പറയുന്നുണ്ടാവാം, നിങ്ങളുമായിട്ട് നിങ്ങളെ ഡേറ്റ് ചെയ്യാൻ വിളിക്കുന്ന കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മൈൻഡിൽ വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളോട് പ്രണയം തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഈ വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. നിങ്ങളെ കുറിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അത്രയും ഉറപ്പില്ല, കാരണം ഇവിടെ പ്രണയവും അങ്ങനത്തെ ഒരു കണക്ഷൻ ഒന്നും ആയിട്ടില്ല, ഒരു ക്രഷ് മാത്രമാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിലും ഈ വ്യക്തിക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള പ്രണയത്തെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും ഉറപ്പും ഈ വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഫീലിംഗ് തന്നെയാണ്, ആ ഒരു പ്രണയം തന്നെയാണ് എന്ന് തന്നെ എടുത്തു പറയാം. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു കഠിനമായിട്ടുള്ള പാതയിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ട് എങ്കിൽ ഇപ്പോ നിങ്ങളത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു മനസ്സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അവര് പെട്ടെന്ന് അവരുടെ എനർജിയിൽ ഒരു മാറ്റം വരുന്നുണ്ടാവാം. കാരണം എനർജിയിൽ മാറ്റം എന്ന് പറയുമ്പോൾ അവർ നേരത്തെ ഈ ഒരു എനർജി ഒരു സ്ട്രോങ് ഒരു എനർജി ആയിരുന്നിരിക്കും. അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ അവർക്ക്
ഈഗോ വളരെയധികം കൂടുതൽ. അവർ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ക്ഷമിക്കാനൊന്നും തയ്യാറാവില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടോ, ഒന്നും അവരുടെ ഇഷ്ടത്തിനെല്ലാം നടക്കണം എന്നുള്ളൊരു ചിന്തയിലാണെങ്കിൽ ഇപ്പൊ അവര് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അവരെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് അവർ നിങ്ങളോട് തുറന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ മനസ്സിൽ എന്ന് വെച്ചാൽ നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവര് വീക്കറായി, അല്ല അവർക്ക് ഇത്തിരി ഒരു വൾണറബിൾ ആണെന്നോ ഒരു വീക്ക് ആണെന്നോ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് മാപ്പ് പറഞ്ഞാൽ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾ നാണം കെടേണ്ടി വരും, അതായത് അങ്ങനത്തെ ഒരു കുറച്ചിലൊക്കെ അവരുടെ മനസ്സിൽ വരുന്നുണ്ട് നിങ്ങളോട് സംസാരിച്ച എന്തെങ്കിലും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഇല്ല, കാരണം അവർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് പല എനർജീസും നിങ്ങളും അവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അവർക്ക് ഇപ്പോൾ അവരുടെ എനർജി എന്ന് വെച്ചാൽ സൺ കാർഡാണ്, കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. നിങ്ങളായിട്ടുള്ളൊരു ഫീലിംഗ് വളരെ സ്ട്രോങ് ആണ് അവരുടെ ഉള്ളിൽ. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നിരിക്കെ അവരും നിങ്ങൾ തമ്മിൽ എന്താണ്, നിങ്ങൾ സേഫ് ആണോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടാണോ മുന്നോട്ടേക്ക് പോകുന്നത്, നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ അറിയുന്നുണ്ട്. പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്കിംഗ് സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, അല്ലെങ്കിൽ ആളുകൾ വഴിയൊക്കെ നിങ്ങൾ എന്താണ് സേഫ് ആൻഡ് സെക്യൂർ ആണോ എന്നൊക്കെ ആ ഒരു വ്യക്തി അറിയുന്നുണ്ട്. പക്ഷെ അവരുടെ ഈഗോ ഒരിക്കലും നിങ്ങളോട് വന്ന് സംസാരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ഈ ഒരു വ്യക്തി എവിടെ വെച്ചെങ്കിലും കാണുകയോ, അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ കോമൺ ഫ്രണ്ട് വഴിയൊക്കെ സംസാരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കുക, അവരുടെ ഇമോഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അങ്ങോട്ടേക്ക് ഒരു ഹായ് പറയുക, പിന്നെ അവരെന്താണ് സംസാരിക്കുന്നത് അനുസരിച്ചിട്ട് എല്ലാവരിലും ഒരേ എനർജി ആയിരിക്കില്ല കേട്ടോ. അപ്പൊ അവരായിട്ടൊന്ന് സംസാരിക്കാനും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. സ്ലോലി അവരുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ എന്താണെന്ന് അവർ ഒരിക്കലും പിടിതരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് അവരുടെ ഉള്ളിൽ ഒരു ഫീലിങ്സ്, ഈ പറഞ്ഞ ഫീലിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് അവര് ഡിനേ ചെയ്യാണ്, അതല്ല എന്ന് വിചാരിച്ച് അവഗണിച്ച് വിടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു എന്താണ്, ആ ഒരു ഈഗോ കളഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ചില്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ബീൻ ടച്ച്, നിങ്ങളോട് സംസാരിക്കുന്ന ഒരു എനർജിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ വളരെ അത് എളുപ്പം നടക്കുന്ന ഒരു കാര്യമായിരിക്കില്ല, അതിന് കുറച്ച് സമയം എടുക്കും. കാരണം അവരുടെ ഈഗോ അത്രയും വലുതാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ പതുക്കെ പതുക്കെ ടൈം എടുത്ത് പാസ്സൊന്ന് പുറത്തേക്ക് വരാനും ഒക്കെ അവർക്ക് സമയം വേണ്ടി വരും. ആ ഒരു സമയം അവർക്ക് അനിവാര്യമായിട്ടുള്ളതാണ്. അത് അതേപോലെ തന്നെ ചില ആളുകളും അവർ സംസാരിക്കാൻ അത്രയും കോൺഫിഡന്റ് അല്ലായിരിക്കും. അപ്പൊ എന്താണ്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ തിരിച്ചു പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തിന്റെ ആക്കം കൂട്ടുന്ന കാര്യം. കാരണം അവർക്ക് സംസാരിക്കാൻ അറിയുന്നില്ല എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. പ്രശ്ന പരിഹാരം സിറ്റുവേഷൻസ് വരുമ്പോൾ അവരായിട്ട് ഡിസ്കസ് ചെയ്താൽ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടിതപ്പാൻ നോക്കുക. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന ലെവലിലായിരിക്കില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ദേ ആർ നോട്ട് ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേറ്റിംഗ്. അത് വളരെയധികം ഒരു നെഗറ്റീവ് സൈഡാണ് അവരുടെ. 5 ഓഫ് ഷെൽസ് എനർജിയാണ്. അപ്പോ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പറയുകയാണെങ്കിൽ അവര് കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ എത്രത്തോളം അവർ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അവര് ആക്ഷനിലൂടെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഇവര് നമ്മള് വളരെ അതായത് നാവുകൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള വീരവാദം പറയുന്ന ഒരു എനർജി അല്ല, മറിച്ച് അവരുടെ പ്രവൃത്തിയിലൂടെയാണ് അത് കാണിക്കുന്നത്. അപ്പോ ഇത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പല സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അത് വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങൾ തമ്മിലൊരു ക്രഷോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അല്ല, നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും നിങ്ങളിപ്പോ പാരന്റ്സ് ആയിട്ട് ആകുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സോ സഹോദരങ്ങളോ ആരും ആയിക്കൊള്ളട്ടെ, അവരിൽ നിന്ന് അകന്നാണ് നിങ്ങൾ നിൽക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളൊരു സാഹചര്യമാണ് എങ്കിൽ ആ ഒരു കെയറിങ് ഫീലിംഗ് അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു കെയർ, ആ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ, അതായത് നിങ്ങൾ എത്ര ദൂരെ പോയാലും എവിടെ പോയാലും നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ,
ആ കണക്ഷൻ നിലനിർത്തിക്കൊണ്ടു പോകുന്ന എനർജി തന്നെയാണ്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാണ് എന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതേപോലെ തന്നെ പേജ് ഓഫ് ഷെൽസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് പല കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത്, അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അവരിപ്പോ കുറച്ച് മെച്യൂർ ആയിട്ടുണ്ട്. അവരെ കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ ഇനി നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി അവർക്ക് ഇപ്പൊ പക്വത, അവർ ചിന്തിക്കും നിങ്ങൾ തമ്മിൽ ഇപ്പോ റിലേഷൻഷിപ്പിലായിട്ടുള്ളവരായിരുന്നു, നിങ്ങൾ ഹേർട്ട് ബ്രേക്ക് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹത്തിന് ശേഷം വിവാഹമോചനം നടത്തിയിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും ഒരു വ്യക്തി. ഒരു ചുരുക്കം ചില ആളുകളെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നത്, നിങ്ങളിപ്പോൾ വിവാഹമോചനം കഴിഞ്ഞ് രണ്ടാമതൊരാളെ വിവാഹം കഴിച്ചിട്ടുണ്ട്, അത് ഒട്ടും നല്ല രീതിയിലല്ല പോകുന്നതെങ്കിൽ അത് ഡിവോഴ്സിലേക്ക് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു വിവാഹത്തിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് നിങ്ങൾ തമ്മിൽ ഒരു പ്രണയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോയത് കൊണ്ടുള്ള ഒരു കണക്ഷൻ ഇല്ലായ്മയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യു ആർ കമ്മിങ് ബാക്ക് ടുഗെദർ എനർജി ഉണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്, ആ വ്യക്തി വളരെ പക്വതയോടുകൂടി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ, പക്വതയാർന്ന തീരുമാനങ്ങൾ എടുക്കാൻ തോന്നുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ച് തുടങ്ങുന്നു. അപ്പോൾ ഇനി നിങ്ങളായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ഒതുക്കി തീർക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് വീണ്ടും നിങ്ങളായിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിലേക്ക്, അതായത് അവരെപ്പോഴും അവരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും എന്ത് കാര്യം പറഞ്ഞാലും ആക്സിഡന്റലായിട്ട് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരെപ്പോഴും എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങളോട് നല്ല സന്തോഷമായിട്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എന്ത് കാര്യം പറയുമ്പോഴും അബദ്ധവശം അവരുടെ വായിന്ന് വരുന്ന കാര്യങ്ങൾ നിങ്ങളെ ആക്ഷേപിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും അവരുടെ വായിന്ന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ, അത് നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ഉദ്ദേശം അതല്ല, അവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതിയാകും. അപ്പോൾ അവരിപ്പോ കുറച്ചും കൂടി മെച്യൂർ ആവുന്നു എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഒരു വ്യത്യാസം വരുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത് മനസ്സിലാക്കിയാൽ ഒരു വളരെ പോസിറ്റീവ് എനർജിയാണ്. കാരണം 6 ഫെദേഴ്സ് എനർജിയാണ് ഇവിടെ. വളരെ എക്സൈറ്റഡ് ആണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന എനർജി കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടത്, എങ്ങനെ ഒരു കണക്ഷനാണ് സ്ഥാപിക്കേണ്ടത്, ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ എന്നുള്ള രീതിയിലെ കുറിച്ചിട്ടൊക്കെ അവർ വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പോ ഈ ഒരു എക്സൈറ്റ്മെന്റ് അവരുടെ ലൈഫിൽ നിലനിർത്തുന്നത് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ്. അപ്പോ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇവിടെ അവരുടെ എനർജി, ഇപ്പൊ അവര് വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കാണിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും, അതായത് എവിടേക്കെങ്കിലും ഒളിച്ചോടി പോയി പറയുന്ന മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് എവിടേക്കെങ്കിലും പോവുക എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ മൊത്തം ചേർന്നിട്ട് 6 ഫെദേഴ്സ് എനർജിയാണ്. സോ ഈ ഒരു വ്യക്തി ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകം തന്നെ അവർക്ക് നിങ്ങളാണ്. അപ്പൊ നിങ്ങളുമായിട്ട് ചേർന്നിട്ട് എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടുക എന്നുള്ളൊരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു ചിന്ത കാണിക്കുന്നു. അതേപോലെ തന്നെ 9 ഓഫ് ഷെൽസ് എനർജിയാണ്. ഒരു വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു വൈബ് തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ജീവിതത്തിൽ ഒരു സ്ഥിരത വേണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ തമ്മിലെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ ഒരു സങ്കടം ഉണ്ട്. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയല്ല, ജീവിതം മനസ്സിലാക്കി സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് നിങ്ങളായിട്ട് ഒരു സംസാരത്തിലൂടെ നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അവരൊരിക്കലും ചിന്തിക്കുന്നില്ല, അവർക്ക് എങ്ങനെയാണോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വളരെ എക്സൈറ്റ്മെന്റ് വരുന്നത്, അതേപോലെ തന്നെ നിങ്ങൾക്കും ഒരിക്കലും അവരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളും അതേപോലെയാണ് ചിന്തിക്കുന്നത് എന്ന രീതിയിലാണ് അവർ ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ കൂടി ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ റിയലൈസ് ചെയ്യും. നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങളുമായിട്ട് തുടങ്ങാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. 9 ഓഫ് ഷെൽസ് ആൻഡ് മെയിൻ തീം 10 ഓഫ് ഷെൽസ് ആണ്. അതായത് ഒരു ഹാപ്പി എൻഡിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാപ്പി എൻഡിങ് നിങ്ങളുമായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ്.
ഈ ഒരു വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ലൈഫ് മുന്നോട്ടേക്ക് ഇപ്പോഴുള്ള സ്ട്രഗിളൊക്കെ മാറ്റി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഇപ്പോഴത്തെ അനാവശ്യ എന്താ പറയുക ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് ഓവർ തിങ്കിങ് ഒന്നും ഇല്ലാതെ ഓവർ ഹൈപ്പ് ഒന്നും ജീവിതത്തിൽ വലിയ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുമായിട്ടൊരു നല്ല ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എൻ്റെ ടിപ്പ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.